Eighth question. Consider the following problem faced by a production planner of a soft drink plant. For soft drink plant in the he has two bottling machines A and B. A is designed for 8-ounce bottles and B for 16-ounce bottles. However, each one can also be used for both types of bottle with some loss of efficiency. അപ്പോൾ എയും ബിയും രണ്ട് മെഷീനുകളാണുള്ളത്. ഒന്ന് 8-ounce ബോട്ടിൽ ഉണ്ടാക്കാനും മറ്റേത് 16-ounce ബോട്ടിൽ ഉണ്ടാക്കാനും. പക്ഷെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യൂസ് ചെയ്യാം. The machines can be run for 8 hours per day, 5 days per week. ഒരു ദിവസം 8 മണിക്കൂർ. അങ്ങനെ വീക്കിലി 5 ഡേയ്സിൽ റൺ ചെയ്യുമ്പോൾ മൊത്തം ഒരു വീക്കിൽ 40 hours റൺ ചെയ്യും. The profit on an 8-ounce bottle is 15 paise and a 16-ounce bottle is 25 paise. ഒരു 8-ounce ബോട്ടിലിന്റെ പ്രോഫിറ്റും 16-ounce ബോട്ടിലിന്റെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. വീക്ക്ലി പ്രൊഡക്ഷൻ ഓഫ് ദ ഡ്രിങ്ക് കനോട്ട് എക്സീഡ് 3 lakh. മൊത്തം 8-ounceഉം 16-ounce ബോട്ടിൽസും കൂടെ മൊത്തം ആഡ് ചെയ്യുമ്പോൾ 3 lakh കൂടാൻ പാടില്ല. The market can absorb 25,000 8-ounce bottle and 7,000 16-ounce bottle per week. 25-ounce 8-ounce ബോട്ടിലും 7,000 16-ounce ബോട്ടിലും യൂസ് ചെയ്യാൻ പറ്റും. അത്ര മാർക്കറ്റിൽ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. The planner wishes to maximize his profit subject of course to all the production and marketing restriction. Formulate this problem as an LP model to maximize total profit. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് എത്ര യൂണിറ്റ്സ് ഓഫ് 8-ounce ബോട്ടിലും എത്ര യൂണിറ്റ്സ് ഓഫ് 16-ounce ബോട്ടിൽസും പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയെ നമുക്ക് ആദ്യം ഒന്ന് ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ കൺസ്ട്രെയിൻസ് എഴുതുക. പിന്നെ പ്രൊഡക്ഷൻ അത് തന്നെ രണ്ടുണ്ട്. 8 ounce ഉണ്ട്, 16 ounce ഉണ്ട്. ഇനി അവൈലബിലിറ്റി. ഇത്രയും ബേസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ തന്നെ 8 ounceഉം 16 ounceഉം ഉണ്ട്. മെഷീൻ എ 8 ounceന് മെഷീൻ എക്ക് 100 per minute ആണ്. 100 bottles per minute. 16 ounce ആണെങ്കിൽ 40 per minute. പിന്നെ അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ തന്നേക്കുന്നത് എ ഈസ് ഡിസൈൻഡ് ഫോർ മെഷീൻ ക്യാൻ ബി റൺ ഫോർ 8 hours per day, 5 days per week. അപ്പം 8 hours 5 days into 60 എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും മിനിറ്റ്സ് ആണ് അവൈലബിൾ എന്ന് കിട്ടും. കാരണം 8 hours ആണ് അവൈലബിൾ, 5 ഡേയ്സിലും ആവും. അപ്പോൾ 8 into 5 40 hours അവൈലബിൾ. ഈ 40 hours എന്ന് പറയുമ്പോൾ അത് 40 into 60 മിനിറ്റ്സ് ആണ്. ഇനി മെഷീൻ ബി 60 per minute, 75 per minute. അവൈലബിലിറ്റി സെയിം ആണ്. 8 into 5 into 60 മിനിറ്റ്സ്. ഇനി പ്രൊഡക്ഷൻ. രണ്ട് പ്രൊഡക്ഷനും കൂടെ മാക്സിമം എത്രയേ പറ്റുള്ളൂ? 3 lakh പറ്റത്തുള്ളൂ. അത് തന്നിട്ടുണ്ട്. ഇതും നമ്മൾ ഓരോന്നിന്റെയും കൂടെ രണ്ടിന്റെ എയുടെയും ബിയുടെയും കൂടെ നമ്മൾ X1ഉം X2 ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് 3,000 പറ്റത്തുള്ളൂ. ഇനി മാർക്കറ്റിൽ എത്ര പറ്റും? മാർക്കറ്റിങ്ങിന് എയുടേത് 25,000, ബിയുടേത് മാർക്കറ്റിംഗ് ഒരുമിച്ച് ചെയ്താൽ ബിയുടേത് 7,000 ആണ് പറ്റുന്നത്. മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് 7,000 യൂണിറ്റ്സ് പെർ വീക്ക് ആണ്. ഇത് പെർ വീക്ക്, ഇതാണ് മാർക്കറ്റിംഗ്. ഇനി പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എയുടെ ഒരു ബോട്ടിൽ എ അല്ല 8 ounceന്റെ ഒരു ബോട്ടിലിന് 15 paise. അപ്പോൾ 0.15 rupees. ഇവിടെ 0.25 rupees. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ഇനി നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ X1ഉം X2 ആണ് നമ്പർ ഓഫ് 8 ounce ബോട്ടിലും 16-ounce bottle to be produced എടുക്കുക. Let X1 and X2 be the
units of 8 ounce bottle and 16 ounce bottle to be produced per week respectively. ഒരു വീക്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട 8 ounce ബോട്ടിലിൻ്റെ 16 ounce ബോട്ടിലിൻ്റെ നമ്പറാണ് നമ്മൾ x1ഉം x2 ആയിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് LP മോഡൽ ഈസ് ആസ് ഫോളോസ്. ഇതിൻ്റെ LP മോഡൽ എന്ന് പറയുന്നത് മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. മാക്സിമൈസ് പ്രോഫിറ്റ് Z is equal to 0.15 x1. 8 ounce ബോൺസിൻ്റെ 0.15, 16 ounceൻ്റെ 0.25. ഇതാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. Subject to the constraint. Subject to the constraints. Subject to the constraints. ആദ്യം നമുക്ക് മെഷീൻ ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ എയുടെ മെഷീൻ ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ എയുടെക്ക് 100 ബോട്ടിൽസ് ഓഫ് 8 ounce ബോട്ടിൽ 1 മിനിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തമുള്ള അവൈലബിൾ ആയിട്ടുള്ള അവർ എന്ന് പറയുന്നത് 8 × 5 × 60. 16 ounce ബോട്ടിലാണെങ്കിൽ 40 per minute. അപ്പം നമുക്ക് ടോട്ടലിനെ ബൈ അപ്പം നമുക്ക് ബൈ 100 ചെയ്യാം. അപ്പോൾ x1/100 ആണ് ഫസ്റ്റ് ടൈപ്പ് ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലേ? കാരണം 100 യൂണിറ്റ്സ് ഒരു മിനിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര മിനിറ്റ് വേണമെന്ന് പറഞ്ഞാൽ x1ന് എത്ര വേണം? x1/100 ടൈം മതി. x2വിനാകുമ്പം x2/40. അതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 × 5 40 × 60 എന്ന് പറയുമ്പോൾ 4 6 2400 മിനിറ്റ്സ് ആണ്. അടുത്തത് മെഷീൻ ടൈം ബിയുടെ നമ്മൾ പറയുവാണെങ്കിൽ എയുടേത് നമ്മൾ പറഞ്ഞു ബിയുടെ ആകുമ്പോൾ 60 per 60 ആണ്. അപ്പോൾ x1/60 x2/75 അതും ഇത്രയും ടൈം തന്നെയാണ് വരുന്നത് 2400. അപ്പം നമുക്ക് മെഷീൻ ടൈം വെച്ചിട്ട് മെഷീൻ ടൈമിൻ്റെ ക്ലിയർ ആണോ? മെഷീൻ ടൈമിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ടോട്ടൽ എ എന്ന് പറയുന്നത് x1 യൂണിറ്റ്സ് ആണ് ആ വീക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മിനിറ്റിൽ 100 യൂണിറ്റ്സ് ഓഫ് x1 ആണ് ഫസ്റ്റ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 100 യൂണിറ്റ്സ് ഓഫ് ഫസ്റ്റ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം x1 ആണെങ്കിൽ എത്ര ടൈം വേണം? ഒരു മിനിറ്റിൽ 100 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ x1 പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ x1/100 ആണ് വേണ്ടത്. അതുപോലെ തന്നെ x2ന്റെ 40 എണ്ണം ഒരു മിനിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ x2 പ്രൊഡ്യൂസ് ചെയ്യാൻ x2/40 ടൈമാണ് വേണ്ടത്. അപ്പോൾ ടൈം നമ്മൾ നോക്കുമ്പോൾ മാക്സിമം 2400 ഉള്ളൂ. അതേപോലെ തന്നെ സെക്കൻഡ് മെഷീൻ ആണെങ്കിൽ 8 ounce ബോട്ടിൽ 60 എണ്ണം ഒരു മിനിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ടോട്ടൽ x1 ആകുമ്പോൾ x1/60 ആണ് ടൈം വേണ്ടത്. x2ന്റെ കേസിൽ സെക്കൻഡ് ഔൺസ് ബോട്ടിലിന്റെ ആണെങ്കിൽ 16 ounce ബോട്ടിലിന്റെ കേസിൽ 75 ബോട്ടിൽസ് ഒരു മിനിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ടോട്ടൽ x2 ബോട്ടിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി x2/75 ആണ് ടൈം വേണ്ടത്. അപ്പം നമുക്ക് ടൈമിന്റെ കൺസ്ട്രെയിൻ കിട്ടി. ഇനി നമുക്ക് പ്രൊഡക്ഷന്റെ കൺസ്ട്രെയിൻ ഉണ്ട്. പ്രൊഡക്ഷൻ മാക്സിമം എത്രയേ പറ്റുള്ളൂ? 3 lakhേ പറ്റുള്ളൂ. അപ്പം പ്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് x1 + x2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh ആയിരിക്കണം. പിന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിങ്ങിനെ പറ്റുന്നത് മാർക്കറ്റിൽ മാക്സിമം എത്രയേ പറ്റുള്ളൂ? മാർക്കറ്റിൽ x1 എന്ന് പറയുന്നത് 25,000ഉം x2 എന്ന് പറയുന്നത് 7,000 പറ്റുള്ളൂ. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻ മാർക്കറ്റിങ്ങിന്റെ കൺസ്ട്രെയിൻസ് നമുക്ക് കിട്ടി. പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ ആണ് x1 x2 > 0. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും 0.15 x1 0.25 x2 സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻ. നമുക്ക് മെഷീൻ ടൈം കൺസ്ട്രെയിൻ ഉണ്ട്, പ്രൊഡക്ഷൻ കൺസ്ട്രെയിൻ ഉണ്ട്, മാർക്കറ്റിംഗ് കൺസ്ട്രെയിൻ ഉണ്ട്. മെഷീൻ ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മെഷീൻ്റെ അകത്ത് 8 ounce ബോട്ടിൽ ഒരു മിനിറ്റ് 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 8 ounce ബോട്ടിൽ x1 ആണുള്ളത്. അപ്പോൾ x1/100 ആണ് വരുന്നത്. അപ്പോൾ x1/100 ഇത് x2/40 അത് എത്രയായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു
2400. അതുപോലെ തന്നെ മെഷീൻ ബിയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 60 പെർ, അപ്പോൾ x1/60, ഇത് x2/75, അതും << 2000. പിന്നെ രണ്ടും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ x1 + x2 എന്ന് പറയുന്നത് 3 lakh കുറവായിരിക്കണം. മാർക്കറ്റിംഗ് വെച്ചിട്ട് x1 << 25,000, x2 << 7,000. പിന്നെ നമുക്ക് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ ഉണ്ട്, x1 x2 > 0.